ചവറ വൈസ്മൻ ക്ലബ്ബ് 29 വർഷം പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സജീവമായി സംഘടന നടത്തിവരികയാണ്. സാമൂഹ്യ സേവന പദ്ധതിക്കുള്ള പുരസ്കാരം സംഘടനയ്ക്ക് ലഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. ചവറയിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കമ്മ്യൂണിറ്റി പ്രോജക്റ്റിന് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന ചവറ വൈസ്മൻ ക്ലബ്ബ് 30ാം വർഷത്തേക്ക് കടക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 4 വർഷമായി വിവിധങ്ങളായ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ചവറ, പന്മന, തേവലക്കര, നീണ്ടകര, തെക്കുംഭാഗം പഞ്ചായത്തുകളിലെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണ കിറ്റ്, സാമ്പത്തിക സഹായം, ജീവനോപാധികൾ എന്നിവയും നൽകുന്നു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി സംഘടന ഇടപെട്ടു വരികയാണ്. കോൾ സെന്റർ പോലെ ഫോം ചെയ്തിട്ട് ആ വാർഡുകളിലെല്ലാം ഇപ്പോൾ ഓൾറെഡി നമ്മൾ പാലിയേറ്റീവ് കെയർ അവരുമായിട്ട് ചേർന്നാണ് പോകുന്നത്. ഇനി അത് ഇച്ചിരി വിപുലീകരിച്ച് 99 വാർഡിലും പാലിയേറ്റീവ് കാൾ സെൻ്ററുകൾ ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന പാലിയേറ്റീവ് കാൾ സെൻ്ററുകളിൽ നിന്ന് ഉള്ള പേഷ്യൻസിനെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുത്തിയിട്ട് അവിടെ വേണ്ട ട്രീറ്റ്മെൻറ്റ്, അവിടെ ഒരു ഡോക്ടർ, ഒരു നേഴ്സ് ഒക്കെ നമ്മൾ കോളിംഗ് ടൈം എന്നുള്ള രീതിയിൽ, അതായത് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഇതാണ്. അവിടെ തന്നെ നമ്മളൊരു ലാബ്, പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് വേണ്ട ബെഡുകൾ, മറ്റ് സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ സൗജന്യമായിട്ടും പിന്നെ എന്താണ് വില കുറച്ചുമൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം. അതുപോലെ തന്നെ ഒരു പകൽ വീട്, പിന്നെ ഒരു വലിയ ലൈബ്രറി. വൈസ്മൻ ഇന്റർനാഷണൽ ക്ലബിന്റെ ഇക്കൊല്ലത്തെ കമ്മ്യൂണിറ്റി സർവീസ് പ്രോജക്റ്റിനുള്ള അവാർഡ് ലഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. ക്ലബിൻ്റെ തനതായ ഫണ്ടും അതോടൊപ്പം തന്നെ ക്ലബ്ബ് നിങ്ങൾ ഡൊണേറ്റ് ചെയ്തതുമായ പൈസ വെച്ചാണ് 26 ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ചാണ് ഇതുവരെ ക്ലബ്ബ് സ്ഥലം വാങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് നമ്മൾ ഈ അവാർഡ് കിട്ടിയത് കൊണ്ട് മാത്രം നമ്മുടെ ഈ പരിപാടിക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ചെറിയ സ്പോൺസർഷിപ്പ് കിട്ടും. ഏകദേശം 10 ലക്ഷം രൂപ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് കിട്ടും. അതുകൂടാതെയും അംഗങ്ങളുടെയും മറ്റും പിന്നെ ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരിലൊക്കെയുള്ള ഫണ്ട് സ്വരൂപിച്ച് CSR ഫണ്ടുകളൊക്കെ സ്വരൂപിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പാലിയേറ്റീവ് കാൾ സെൻ്ററിൻ്റെയും പാലിയേറ്റീവ് സെൻ്ററിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് സെൻ്ററിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡിവിഷൻ്റെ സാമ്പത്തിക സഹായങ്ങളും അവരുടെ മേൽനോട്ടത്തിലുമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകും. പ്രസിഡന്റ് ജെറോം നെറ്റോ, സെക്രട്ടറി C. അനിൽകുമാർ, ട്രഷറർ AK ശശിധരൻ, ശശിബാബു, സേതുമാധവൻ, ഫ്രെഡി ഫെറിയ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ.